അല്ലെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പം എന്തെങ്കിലും ഒരു തടസ്സം അത് നിർബന്ധമാണ്. എൻ്റെ ട്രൈപോഡ് പൊട്ടി ഫോൺ വീഴുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. ഇനി ആ നല്ല കാര്യം എന്താണെന്ന് പറയട്ടെ. ഇന്ന് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ് കേട്ടോ. 8 o'clock രജിസ്ട്രേഷൻ തുടങ്ങുന്നത്. രജിസ്ട്രേഷനൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഒരു 10 മണിയാകുമ്പോഴേക്കും ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് ബേസിക് ആയിട്ട് നമ്മൾ സ്വീഡനിലും യൂണിവേഴ്സിറ്റിയിലും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞെങ്കിലും ഒരു കാര്യം എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നി. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണടച്ചോളൂ, ഒരു പ്രശ്നവും ഇല്ല. അവരങ്ങനെ പറഞ്ഞപ്പം അത്യാവശ്യം നല്ല സമാധാനം തോന്നിയിട്ടോ. പക്ഷേ സ്പീച്ചുകളൊന്നും പൊതുവെ ഇഷ്ടമില്ലാത്ത ഞാൻ അവരുടെ എല്ലാ സ്പീച്ചുകളും ഒരു പ്രശ്നമില്ലാതെ കേട്ടിരുന്നു. ചിലപ്പോൾ അത് നമ്മളോട് കാണിച്ച ആ ഒരു കൺസേണിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആയിരിക്കൂലേ. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നേരെ ക്യാമ്പസ് ടൂർ ആയിരുന്നു കേട്ടോ. കുറെ ബ്ലോക്കുകൾ ഉണ്ട്, ഒരു 6-7 ബ്ലോക്സ് ഉണ്ടാവും. അതിൽ തന്നെ ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ക്ലബ്, സയൻസ് പാർക്ക്, എക്സാം ഹാൾ, സ്റ്റുഡന്റ് യൂണിയൻ, അങ്ങനെ നീണ്ടു കിടക്കുകയാണ് കേട്ടോ ലിസ്റ്റ്. ഈ കാണുന്നത് ഒരു ക്ലോക്ക് ടവർ മാത്രമല്ല കേട്ടോ, ഈ കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഇവാക്വേഷൻ പോയിന്റ് ആണ് ഈ ഒരു ക്ലോക്ക് ടവർ. ഫുഡ് കഴിഞ്ഞിട്ടേ എനിക്ക് എന്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഫുഡ് കൂപ്പൺ ഞാൻ പാസ്പോർട്ടിൻ്റെയും വിസേൻ്റെയും കൂടെ ആയിരുന്നു കേട്ടോ വെച്ചത്. ഇത് ഫുഡ് മെനു ആണ്, നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. റൈസ് വിത്ത് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ കുറച്ച് സാലഡും എടുത്തു. കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷേ ചിക്കൻ കറി അടിപൊളിയായിരുന്നു. ലഞ്ച് കഴിഞ്ഞിട്ട് സെഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് മാൻഡേറ്ററി അല്ലായിരുന്നു. പിന്നെ ക്ലാസ് കട്ട് ചെയ്ത് ശീലിച്ചതുകൊണ്ട് അത് ചെയ്യാഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. ഇനി നമുക്ക് ഫ്രൈഡേ പോയാൽ മതി. സെപ്റ്റംബർ 1 തൊട്ടിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.